ചൂണ്ടയിട്ട് മീനെ പിടിച്ച് കുക്ക് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോവാണ്. എന്തൊക്കെയോ കുറെ സാധനങ്ങളുണ്ട്, പക്ഷെ എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ നമുക്കെല്ലാം അവിടെ ചെന്നിട്ട് പരിചയപ്പെടാം അല്ലേ? ഗൈസ്, നമ്മൾ വന്ന് നമ്മളൊരു കൊടും കാട്ടിലേക്കാണ് കയറി പോണത് കേട്ടോ. ചീറ്റപ്പുലിയോ? പേടിയാണെന്നോ? ഈ കാട്ടിൽ എനിക്ക് ഓടാൻ വഴിയൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഇതൊക്കെ വൈബാണ്. നമ്മൾ ആനനെ കാണാം, നേരിട്ട് കാണാം കൊമ്പന്മാരെ. സർപ്രൈസോ? കിട്ടി ലാലേട്ടൻ പറയില്ലേ, മലമണ്ടയിൽ കയറും തോറും ചായന്റെ ടേസ്റ്റ് കൂടും. അതിനേക്കാൾ അപ്പുറമാണ് ഈ ഈച്ചറും ടിപ്പറൊക്കെ പോണ റോഡരികത്ത് നമ്മൾ വന്നില്ല റോഡ്, അതിൻ്റെ അരികത്ത് ഒരു ഓലക്കുള്ളിൽ വെച്ചിട്ട് ഞങ്ങൾ താമസിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചൊരു വ്യക്തിയാണ്. നാളെ വിലക്ക് ഞാനൊന്നും മരണപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ ഞാൻ തളർന്നു കിടന്നാൽ, ഞാൻ ഇന്ന് ചെയ്യുന്ന ഓരോ ദാനം, ഓരോ അരുമണി നാളെ എൻ്റെ മോൾക്ക് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഒരു കൈത്താങ്ങായിട്ട് അവളെ സംരക്ഷിക്കും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ ഗൈസ്, നമ്മൾ ഇന്നുള്ളത് പാലക്കാട് ആലത്തൂർ എന്ന സ്ഥലത്താണ്. നമ്മൾ പലതരത്തിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും, പല ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹണ്ടിങ് ആണ്. പേടിക്കണ്ട, ഒരു മീൻപിടുത്തം തന്നെ ആയിക്കോട്ടെ. എന്താ വരുമല്ലേ? ബാ. നമ്മൾ ഈ മീൻപിടുത്ത കാര്യം നോക്കിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം എടുത്ത് തന്നെ ആലത്തൂരാണ്. നമ്മൾ എത്തിയേക്കുന്ന തന്നെ നമ്മളുടെ കൂടെ ആലത്തൂരിൻ്റെ സ്വന്തം ചൂണ്ടക്കാരിയാണ് ഷിഫാന ഷഫാസ്. വെൽക്കം. ഇത് നമ്മുടെ ഷിഫാനയുടെ ഫാമിലിയാണ്. ഹലോ ഫിഷിംഗ് ട്രാവലേഴ്സ്, വെൽക്കം. താങ്ക് യു. ഇത് ഷിഫാനയുടെ ഫാമിലിയാണ്. നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. ഇത് ഉമ്മയാണല്ലേ? ഉമ്മ. ഇത് പേരെന്താണ്? സഫാസ്. മോളുടെ പേര് മീന. ഭയങ്കര ഹാപ്പി. മീന കൊള്ളാലോ, എല്ലാം കണക്ട് ചെയ്ത് തന്നെ ഇട്ടു. സോ ഹാപ്പി ടു സീ യു. നമ്മൾ സാധാരണ ഇങ്ങനെ ഈ ഒരു ഫിഷിങ്ങിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റീലിൽ കാര്യം നമ്മൾ ഒരിക്കലും ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല. എന്തായിരിക്കും അങ്ങനെ ഇറങ്ങാനുള്ള ഒരു കാരണം? അതിൻ്റെ കാരണം നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. എൻ്റെ ബാക്ക് ബോൺ, എൻ്റെ തണ്ടൽ ഈ നിൽക്കുന്ന ഏട്ടൻ തന്നെയാണ്. അപ്പം നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇക്കാർക്കായിരുന്നു കൂടുതൽ ഇഷ്ടം ചൂണ്ടയിടാനും മീൻ പിടിക്കാനും. ചെറുപ്പം തൊട്ടേ പുള്ളിക്കാരൻ പോകണമാണ്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 11 കൊല്ലം കഴിഞ്ഞു. എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഇവർ കുറേ ദൂരത്തൊക്കെ പോയിട്ട് യാത്ര ചെയ്ത് മീനെ പിടിക്കുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്, എന്നെ കൊണ്ടുപോകുന്ന നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും, ഞാൻ കറങ്ങാൻ പോകണമല്ല, ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ പോകണം. അപ്പോൾ അവർ വന്നാൽ ശരി, ഞാനും ചൂണ്ടയിട്ട് പഠിക്കാം. അപ്പോൾ ഓക്കെ എന്നായി. പിന്നെ അങ്ങനെ പോയി ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ലഹരി തലയ്ക്ക് പിടിച്ചു. അതൊരു ലഹരിയായി മാറിയല്ലേ? ഇപ്പം ഉമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. ആരായിരിക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്? അല്ലെങ്കിൽ വീട്ടിലെന്ത് പറഞ്ഞു ഇങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ? ഹസ്ബൻഡാണ് സ്റ്റാർട്ടിങ്. എൻ്റെ എല്ലാ സപ്പോർട്ടും ഞാൻ പറയാം. എൻ്റെ ഈ ചാനലിൻ്റെ ആയാലും നമ്മുടെ ഫിഷിംഗ് ട്രാവലേഴ്സിൻ്റെ തന്നെ നട്ടെല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുമാണ്. പിന്നെ ഞങ്ങളുടെ രണ്ടാളുടെയാണ് ചാനൽ. പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മോളാണ്. ഇപ്പോൾ ചാനൽ വന്നിട്ട് ഏകദേശം 4 വർഷമായി. അപ്പം ഇപ്പോൾ 8 വയസ്സ്. അപ്പോൾ ആ 4 വയസ്സ് തൊട്ടേ നമ്മൾ വിട്ടിട്ട് പോകുന്ന സമയത്ത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തൊരു പരിഭവം ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മോളെ പൊന്നുപോലെ നോക്കുന്നത് എൻ്റെ ഉമ്മയാണ്. ഉമ്മ തമിഴല്ല, മലയാളം പറയും. എനിക്ക് കൊഞ്ചം തമിഴ് തരും, പക്ഷെ അധികം തരിയാതെ. എന്നാ ഉണ്ട് ഉമ്മ? എന്നാ പറയുന്നത്? ഇത് കാണുമ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, മക്കള് നേരെയായി വരണം. ഇപ്പൊ ഈ ഒരു കുടുംബം നോക്കി കഴിയുമ്പം ഇപ്പൊ നമ്മള് മീൻ പിടുത്തം അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ലഹരിയാന്ന് പറഞ്ഞു. ശരിക്കും ഷിഫാനയുടെ ഏറ്റവും വലിയ ലഹരി എന്താണ്? ഇപ്പോൾ യാത്രയായിരുന്നു, ഇപ്പോഴും യാത്രയുണ്ട്. പക്ഷേ ഒരുപടി മുകളിൽ മീൻപിടുത്തം മാറിക്കഴിഞ്ഞു. കാരണം അതൊരു വലിയ ജീവിതമാർഗമായി അല്ലേ? ജീവിതമാർഗമാണോ ചോദിച്ചാണ്. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് എന്ത് കിട്ടുന്നു, എത്ര വരുമാനം കിട്ടുന്നു, മീനെ കിട്ടുന്നു എന്നതല്ല. പക്ഷേ പോയിട്ട് ആ മീനൊന്ന് പിടിക്കുക, അതൊരു വല്ലാത്തൊരു അച്ചീവ്മെൻ്റ് ആണ്. നമ്മൾ ഒരവിടെ പോയിട്ട് ഒരു മീനെ കിട്ടുക എന്നുള്ളത് ഏത് ചെറിയ മീനായിക്കോട്ടെ വലിയ മീനായിക്കോട്ടെ, നമ്മൾ പോയി അന്ന് ചൂണ്ടിയിടുന്ന ദിവസം ഒരു മീൻ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത് ശരിക്കും പോയി ഒരു മീനെ പിടിക്കാനല്ലേ? മീനെ പിടിക്കണം. ഞങ്ങൾ അതിനാണ് ഇവിടെ എത്തിയത് തന്നെ. പോവല്ലേ? പിന്നെയല്ല, നമ്മൾ മീനെ പിടിക്കുകയും ചെയ്യും. ഇന്ന് ഇവിടുന്ന് ഞാൻ അത് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് തന്നിട്ട് നിങ്ങൾ വിടുന്നുള്ളൂ. അപ്പൊ സെറ്റ്. നമ്മൾ ഇന്ന് ഇവിടെ മീനേയും പിടിച്ച് കുക്ക് ചെയ്ത് കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അത്ര. അപ്പം ഞങ്ങളിതാ ചൂണ്ടയിട്ട് മീനെ പിടിച്ച് കുക്ക് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോവാണ്. എന്തൊക്കെയോ കുറെ സാധനങ്ങളുണ്ട്, പക്ഷെ എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ നമുക്കെല്ലാം അവിടെ ചെന്നിട്ട് പരിചയപ്പെടാം അല്ലേ? ബാ. അപ്പോൾ ഞങ്ങളുടെ ആലത്തൂരുകാരുടെ സ്വന്തം നെരങ്ങൻപാറിൻ്റെ മണ്ടയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇത് ഒരുപാടുണ്ടോ? ഇത് ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആലത്തൂർ പഞ്ചായത്ത് കൂടാണ്ട് വേറെ 3-4 പഞ്ചായത്ത് കാണാം.
ആലത്തൂർ എന്ന് പറഞ്ഞാൽ എന്താന്ന് വിചാരിച്ച് ചന്ത എന്ന് പറഞ്ഞാൽ കാണാൻ കിടക്കണ. ഇവിടെ ആനയൊക്കെ ഇറങ്ങുമോ? ഫുള്ള് കാട് പോലെ. ഇവിടെ ആന നിലവിൽ എപ്പോഴും ഇല്ല, പക്ഷെ ഇതിനു മുമ്പ് ഒരു 2 വർഷം മുന്നേ 3 വർഷം മുമ്പായിട്ട് ഇങ്ങനെ ഒരു ആനയൊക്കെ ഇറങ്ങിയിട്ട് കൂട്ടത്തോടെ ഇറങ്ങിയിട്ട് തിരിച്ച് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഫിഷിംഗ് ആണെങ്കിലും ചെറിയൊരു പേടിയുണ്ട് കേട്ടോ, കാട്ടിക്കൂടാ പോണത്. മോൾക്ക് പേടിയില്ല? ഇതൊന്നല്ല, ഇതൊന്നല്ല. ഇവിടെ രാത്രി കഴിഞ്ഞ ജാക്കലിനും പന്നിനൊക്കെ കാണാം. ഞങ്ങൾ ഇതിന് മുന്നേ വംശനാശം സംഭവിച്ചു പോയി നമ്മുടെ ഫോക്സിൽ പേടിയൊന്നുമില്ലേ? എനിക്ക് പേടിയുണ്ട്. ഞങ്ങളെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു രാത്രി 2 മണിയൊക്കെ ആവില്ലേ, ആ സമയത്ത് ബൈക്ക് കൊടുത്ത് ഞങ്ങളൊരു ഇറക്കമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അതിൽ കൂടിയും അടുത്തുകൂടിയൊക്കെ പോകുന്ന സമയത്ത് നല്ല കാട്ടുപന്നി, അതുപോലെ ഫോക്സ്, മറ്റേ കുറുനരിയില്ലേ, കുറുക്കന്മാരെ കൂടാണ്ട് അത്, അങ്ങനെ കുറച്ച് വൈൽഡ് അനിമൽസ് ഒക്കെ കാണാം. ഇത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എന്നെ കണ്ടില്ലേ നോക്കണം കേട്ടോ, ഞാൻ ചിലപ്പോൾ ഓടും എന്തേലൊക്കെ വന്നു കഴിഞ്ഞാൽ. അത് മീന നോക്കിക്കോളൂല്ലേ മീന. അപ്പോൾ നമ്മളുടെ ഞങ്ങൾ പറഞ്ഞേ ഞങ്ങളുടെ നിരങ്ങൻ പറ കാണിച്ചിരാന്ന്, ഇതാണ് ഞങ്ങളുടെ നിരങ്ങൻ പറ. മോൻ എന്ത് രസമാണല്ലേ കാണാന്. ഇതിന് മുകളിൽ നിന്ന് നോക്കി അടാറ് വ്യൂ ആണ് ഞങ്ങളുടെ നാട്ടിൽ പോയി കാണാൻ പറ്റുക. പക്ഷെ നമ്മൾ ഇതിന്റെ മേലെ നിന്നിട്ടല്ല കുക്ക് ചെയ്യാൻ പോണത്, നമ്മൾ ഇതിന്റെ അപ്പുറത്ത് വേറൊരു മല അവിടെ പോയിട്ട് കുക്ക് ചെയ്യും. അവിടെ ആവുമ്പോൾ മീൻ പിടിക്കാനുള്ള കുളവും ഉണ്ട്. കാണാൻ നല്ല രസമുണ്ടെങ്കിലും മല കയറണം കേട്ടോ. നമ്മൾ കേറി 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 ഓരോരോ മലയുടെ അടുത്ത് എത്തുവാണല്ലേ. ഇതൊരു മല, നമ്മ ഇവിടെ പോയില്ല, നമ്മ അപ്പുറത്ത് പോകും. പിന്നെ ഇതേ ആ ഞങ്ങളുടെ ഓപ്പോസിറ്റ് കാണണ്ടാ, ആ കണ്ണ് അതാണ് ഞങ്ങളുടെ വീടുമല. ആ മലയും ഈ മലയൊക്കെ ഞങ്ങൾ ആലത്തൂരുകാരുടെ സ്വകാര്യ അഹങ്കാരങ്ങളിൽ പെട്ടാണ് കേട്ടോ. നമ്മള് വന്ന് 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 നമ്മളൊരു കൊടും കാട്ടിലേക്കാണ് കേറി പോണത് കേട്ടോ. അതൊരു വൈബല്ലേ? വൈബാണ്, സത്യാണ്. ഞാൻ ഒരു കാര്യം കേൾക്കട്ടെ, ഏത് നേരം ഈ ടൗണിലുള്ള വണ്ടിന്റെയും കാറിന്റെയും ഇടയിൽ കിടന്ന് ആ സൗണ്ടും കേട്ടിട്ട് വല്ല മനസ്സമാനം ഉണ്ട്? ഇതുപോലെ വന്ന് ഓരോ മണിക്കൂറോടെ ഒന്നും വേണ്ട, വന്ന് 2 മിനിറ്റ് ഇരിക്കുമ്പോഴേ നമുക്ക് കടന്നു ഉറങ്ങും. ഞാനൊരു സംശയം ചോട്ടെ, ഒരു ആന കുത്താൻ വന്നാൽ എന്താ ചെയ്യുക? അതിനിവിടെ ആന ഇല്ലല്ലോ. ഇല്ലല്ലേ? എന്റെ അമ്മ എന്നെ മനോഹര, ഈ ടൗണിൽ നിന്നൊക്കെ മാറിയിരിക്കും എന്ത് രസമാണല്ലോ ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ വരുന്നത് ഭയങ്കര ട്രാഫിക്കും. ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ ഇത് പോരാ. ഞങ്ങൾ പാലക്കാടുകാരുടെ അട്ടപ്പാടിക്ക് ഞങ്ങൾ ഓടുക, ഞങ്ങളുടെ സ്വന്തം അട്ടപ്പാടിക്ക്. അവിടെ അല്ലേ പുലി ഇറങ്ങുന്നത്? ചീറ്റപ്പുലിയോ? അത് അട്ടപ്പാടിയിലെ ഞങ്ങൾ താമസിക്കുന്ന മഡ് ഹൗസിന്റെ അവിടെ പുലി ഇറങ്ങാറുണ്ട്. നമ്മൾ ഇപ്പൊ ഇങ്ങനെ വന്നില്ലേ, ഇപ്പൊ ഇങ്ങനെ വന്ന സമയത്ത് അവിടെ നിന്ന് ഒരു പന്നി പോയിട്ടുണ്ടായി. പന്നി നോക്ക്, ഇത് ഇപ്പൊ തോണ്ടിയിട്ടതാ ആണല്ലേ, മണ്ണിര കുത്തിയതാ. അധിക സമയം ആയിട്ടില്ലേ, നമ്മളിപ്പം വന്ന് പുള്ളിക്കാരൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മ വന്നു. അപ്പൊ നമ്മളെ കണ്ടാൽ പുള്ളിക്കാരൻ ആ സൈഡ് കൂടി പോയിരുന്നു. ഓടിയല്ലേ? നന്നായി പോയത്. പേടിയാണോ? ഈ കാട്ടിൽ എനിക്ക് ഓടാൻ വഴിയൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഇതൊക്കെ വൈബാണ്. നമ്മൾ ആനനെ കാണണം, നേരിട്ട് കാണണം കൊമ്പന്മാരെ. നേരിട്ട് കണ്ടിട്ട് എനിക്കാണെങ്കിൽ നീന്താൻ അറിയത്തില്ല, മരം കയറാൻ അറിയത്തില്ല, ഓടാനാണെങ്കിൽ വഴി അറിയത്തില്ല. അതിലും ബെറ്റർ ഞാനാ. അതെന്റെ ട്രേഡ് സീക്രട്ട്, ആർക്കും അറിയില്ല, കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയുള്ളൂ. എന്താണോ? അതെ, മുമ്പിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ ട്രേഡ് സീക്രട്ട് പറയണേ. അപ്പൊ അങ്ങനെ നമ്മ നടന്ന് നമ്മുടെ ഏരിയയിൽ എത്താറായിട്ടുണ്ട്. ഓക്കെ, ഇത് വള്ളി, ഇത് ഞാനിങ്ങനെ വള്ളി ചാടി വരൂ. എന്താ മോനെ എന്ത് രസാണ്. ശരിക്കും എന്താ രസം എന്നറിയോ? ഇവിടുന്ന് മീൻ പിടിക്കുക, മീൻ പിടിച്ചിട്ട് ഇവിടെ ഇരുന്ന് തന്നെ കുക്ക് ചെയ്യുക അല്ലേ? പിന്നല്ല, അമ്മ നമ്മളിന്ന് മീൻ പിടിക്കാൻ പോണത് ഇവിടെ വെച്ചിട്ടാണ്. അമ്മ അങ്ങനെ നമ്മൾ മല കയറി ഇവിടെ എത്തിയല്ലേ? ഇതൊഴി പോയാലോ? എങ്ങനെയുണ്ട്? ഭയങ്കര പെട്ടു. നമുക്കൊരു കാര്യം ചെയ്യാം, അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ആവശ്യമുള്ള സാധനം മാത്രം എടുത്തിട്ട് നമുക്ക് ദേ അവിടെ പോയി ഇരിക്കാം. മലയിൽ പോയാലോ കുക്ക് ചെയ്യാന്? വെട്ടം പോയില്ലെങ്കിൽ വെട്ടം പോവില്ല, ഉറപ്പല്ലേ? അപ്പൊ നമ്മള് തുടങ്ങുവാണ്. പിന്നല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചു പൊളിക്കരുത്. വരി, ഇരിക്കട്ടെ. ഇനി നമ്മുടെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോകണം അല്ലേ? ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ചൂണ്ട മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തീറ്റ പോലും എടുത്തിട്ടില്ല. ഇവിടെ തന്നെ നമ്മൾ തീറ്റ എടുത്ത് ഇവിടെ തന്നെ ചൂണ്ടിയിട്ട് ഇവിടെ തന്നെ മീനെ പിടിക്കും. ആ പിടിച്ച മീനും ഈ സാധനങ്ങൾ കൊണ്ട് ആ കാണുന്ന മലമണ്ടി പോകും. ആ കാണുന്ന മലമണ്ട റെഡിയല്ലേ? വായോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇവിടെ തന്നെ അതൊന്നും വേണ്ട, അവിടെ ഇരിക്കട്ടെ, ആരും എടുക്കില്ലെന്ന്. ഞങ്ങൾ കയ്യിലൊന്നും ഇല്ലാതാണ് കേട്ടോ പോണത്. അത് നമ്മ വെറും കൈ വീശി നടന്ന് മീനെ പിടിക്കുന്നു ഇവിടുന്ന്. അതാണ് നമ്മ തീറ്റ എടുക്കും പറഞ്ഞില്ലേ, ഇതാണ് നമ്മ എടുക്കാൻ പോണ തീറ്റ. ഇത് പായൽ കൊടുക്ക, പായലല്ലേ?
പായല് നമുക്ക് തീറ്റയിട്ടിടാം. ഓ ഇതുണ്ടോ, നമ്മൾ ഇവിടെ നിന്ന് ഈ പായലിങ്ങനെ എടുക്കുകയാണ്. ആ നമ്മുടെ പേജിൽ പായലിട്ടുകൊണ്ട് നമ്മൾ സിലോപ്പിയും കരിമീനൊക്കെ പിടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി കണ്ടു നോക്കിക്കോളി. നമ്മൾ പായലിട്ട് അസലായിട്ട് മീനുകൾ കിട്ടും കഴിച്ചുണ്ടെങ്കിൽ. ഫിഷിംഗ് ട്രാവലേഴ്സ്. യാ, അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മളങ്ങനെ എടുത്ത് പായലെടുത്ത് സെറ്റ് ചെയ്ത് നമ്മളൊന്ന് ഈ പായൽ വെച്ചുകൊണ്ട് ഈ ചൂണ്ട വെച്ചുകൊണ്ട് ഇത് ചൂടാണ്. ഇത് ചൂണ്ടയാണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് വിചാരിച്ചു? നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ്, നമുക്കറിയാം. വാ നമ്മൾ ഇവിടെ ഇരുന്നേ. ആ നമുക്ക് അവിടെ നിന്നിട്ടിടാം. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. അങ്ങോട്ട് അടുത്ത് പോവല്ലേ മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ടവന്മാരും മാറിപ്പോവും. ആ പുല്ലിന്റെ അടി കണ്ടോ, അതിന്റെ അടിയിൽ ഇതുപോലെ പായലൊക്കെ തിന്നാനായിട്ട് സിലോപ്പി നിൽക്കണം. നമ്മളങ്ങനെ മേൽ കാണാനൊക്കെ പറ്റുമല്ലേ? പിന്നെ ആര മുതലുകളെന്നറിയാം നമ്മളെ മറ്റേ വരാലറിയില്ലേ? പിന്നെ അരച്ചാൻ വെള്ളത്തിൽ 1000 പേരെ പറ്റിക്കാനുള്ള കഴിവുണ്ട്. അപ്പോഴോ അതാണ് അവസ്ഥ. അപ്പൊ മീനുകളിലും ഉണ്ടല്ലേ പറ്റിപ്പ്? ഇത് നമ്മൾ അഴിച്ചപ്പോ ഒരു പണി കിട്ടി. ആ നിവർത്തിക്ക എത്ര നീട്ടുണ്ട് നോക്കി. ഞാൻ ഞാൻ ഈ കുരുക്കൊന്ന് അഴിക്കട്ടെ. നീട്ടിക്കോ. ഇത് താഴെ പോത്തുന്നില്ലല്ലോ. ഇല്ല, നീട്ടി അങ്ങനെ ടൈറ്റ് ആക്കി ഇങ്ങോട്ട് വെച്ചാൽ മതി. ഇത് തീരുന്നില്ല കേട്ടോ. ചുമ്മാ മുമ്പേ എത്ര നീളുണ്ടായിരിക്കും. പിന്നെ അല്ല, ചില മീനുകൾ ഉണ്ടാകത്തില്ല. നമ്മൾ എത്ര ഇങ്ങനെ കോർത്ത് വെച്ച് കഴിഞ്ഞാലും അത് ആ ഫുഡ് എടുത്തോണ്ട് പോകുന്നേ. പിന്നെ ഉണ്ടോന്നോ? സ്ഥിരമായിട്ട് അങ്ങനെ പോകുന്ന മീനുകളുണ്ടോ? സ്ഥിരമായിട്ടെന്ന് വെച്ചാല് ഞാനൊരു കാര്യം പറയട്ടെ, ഫിഷിങ് എത്ര തന്നെ ആയാലും ഭാഗ്യം കൂടി വേണ്ട ഒരു സംഭവം ആണല്ലേ. ഇല്ലെങ്കിൽ മീൻ കിട്ടണമെങ്കിൽ ഭാഗ്യം വേണം. പിന്നെ അതിനെ കരക്കി കയറ്റലാണ് നമ്മുടെ കഴിവ്. കാരണം ഞാൻ ചൂണ്ടിയിടണേ. നമ്മളിതിന് ഫുൾ സൈലൻസ് ആണ്. നമ്മളെ സൗണ്ട് ഇതൊന്നും വരാൻ പാടില്ല അല്ലേ? അല്ല മോളെ, ഈ ഉമ്മയൊക്കെ ഇവര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ ഫുഡ് എടുത്തോണ്ട് പോകുന്ന മീൻ. ഇവിടെ ഏത് മീനുണ്ടെന്നാ പറഞ്ഞേ? ഇവിടെ സിലോപ്പി. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വേറെ സാധനം പറഞ്ഞായിരുന്നു. നമ്മളിവിടെ പിടിക്കും. തിരി ക്ഷമ വേണമെന്നുള്ളൂ. നമ്മൾ എന്തെങ്കിലും പിടിച്ചിട്ട് പോകും. ഇരുന്നോ, നേരം എടുക്കും. ഇരുന്നോ, ടൈം എടുക്കും. ഇത് സമയമെടുത്ത് പോകേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഞാനപ്പോൾ കൊച്ചിന് സംസാരിക്കട്ടെ. അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ പേഷ്യൻസ് നമ്മുടെ ലൈഫിലുള്ളവരൊക്കെ തന്നെയല്ലേ? ലൈഫിൽ പലപ്പോഴും നമുക്ക് പേഷ്യൻസ് ഉണ്ടാവാറില്ല. പക്ഷെ മീൻ പിടിക്കണമെങ്കിലേ അതിന് ക്ഷമ എന്ന് പറഞ്ഞ സാധനമാണ്. ചില സമയത്ത് നമ്മുടെ നെല്ലിപ്പലക്ക് അങ്ങോട്ട് പൊളിച്ച് വരെ കളയും. പക്ഷെ എന്നാലും നമ്മൾ ഇരിക്കും. ഈ സമയം ഞാനൊക്കെ ഇല്ലേ, ഞാൻ ഈ കാണുന്ന പോലെ ഒന്നല്ല. ഞാൻ 1 2 പറഞ്ഞ മൂന്നാമത്തേന് ഏറാണ്. ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ വീട്ടിലെങ്ങനെയാന്നറിയോ, ഭയങ്കര ദേഷ്യമാണ്. ഇവര് മീൻ പിടിക്കാനൊക്കെ പോകത്തില്ല, വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ ആയിരിക്കത്തില്ലേ? അതിന് മോൾക്ക് വിഷമമുണ്ടോ, സന്തോഷമാണോ? ഇവര് പോയി കഴിഞ്ഞാൽ ഞാൻ ടി വി കണ്ടോണ്ടി. മോൾക്ക് ഈ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മലയും സ്ഥലങ്ങളൊക്കെ ഏതാണ്? അട്ടപ്പാടിയാണ്. ഇതന്നെയാണ് അമ്മയും പറഞ്ഞത്. അവിടെ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള ഒരു ഇത്? എന്താ ഇഷ്ടപ്പെട്ടെ? അവിടെ ഫുൾ ഫോറസ്റ്റ് ആണ്, എവിടെ തിരിഞ്ഞാലും ആനിമൽസ് ആയിരിക്കും. അപ്പൊ ഇഷ്ടമല്ലല്ലോ, പേടിയല്ലേ വരേണ്ടത് അവിടെ? ആനനെ ഇടക്കിടക്ക് കാണുള്ളൂ. നമ്മുടെ മുയല്, മാന്, അങ്ങനെ കുറേ അവിടെ ഞങ്ങൾക്കൊരു മഡ് ഹൗസ് ഉണ്ട്. ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടം. മഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ മണ്ണ് നമ്മുടെ പുല്ലൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര രസമാണല്ലേ അവിടെ? ഇഷ്ടപ്പെട്ടവർക്കും കുറേ അനിമൽസ് ഉണ്ട്. കണ്ടല്ലേ ഞാൻ സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചായിരുന്നു. എടുത്ത് മടി പിടിച്ചിടാ എന്താ ഓടോന്ന് അറിയാൻ വേണ്ടി വിചാരിച്ചായിരുന്നു. പിന്നെ പിന്നെ നോക്കി പിന്നെ പഠിച്ച കൈ കുത്തും. കയ്യിൽ കുത്തും. ഒരു മിനിറ്റ്, ഒരു കാര്യം ചെയ്യും. ഇനി പിടിക്കാൻ പോണോ? ഇനി ഒരെണ്ണം എത്ര ആൾക്ക് തികയാനാണ്? അത് ശരി കേട്ടോ, നമ്മള് കൊറേ പേരുണ്ട്. ഇപ്പൊ ബാക്കി സെറ്റ് ആക്കട്ടാ. അടുത്ത പിടിക്കാൻ പോകുന്നതാ. നിങ്ങടെ നോക്കണ്ട, നിങ്ങളുടെ കഥ പറയും. ഇതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. സപ്പോർട്ട് ഇതൊക്കെ ഉണ്ടല്ലോ. ഇനി കിട്ടും അമ്മക്ക്. അമ്മ എന്തായാലും മീൻ പിടിക്കുന്ന സമയത്ത് നമുക്ക് പോയി മറ്റേ കുക്കിംഗ് സാധനമൊക്കെ സെറ്റ് ചെയ്താലോ? പെട്ടെന്ന് ഞാൻ അങ്ങനെ നമ്മളിത് കുക്ക് ചെയ്ത് സെറ്റ് ചെയ്യാൻ പോണല്ലേ. അങ്ങനെ നമ്മളിവിടെ എത്തി അല്ലേ? ഇനിയും കാരണം ടൂ മച്ച്. പിന്നല്ല ഞാൻ ആരാന്ന് നിങ്ങളൊക്കെ വിചാരം.
മടിയനായ ഞാൻ ഒരിക്കലും ഇനി മല ഇറങ്ങിയിട്ട് കയറൂല. അടക്കി അടുപ്പൊക്കെ സെറ്റാക്കിയാ? ഇപ്പൊ സെറ്റാണ് പോര്. ആ അതെ അതെ വന്നു വന്നു. 3 ഒരു ഗ്യാപ്പിലോ? ശേ, നമ്മളോട് അവിടെ വേണ്ടായിരുന്നല്ലേ. ആര് പറഞ്ഞു ഓടിച്ചാടി വരാൻ? ഞാൻ പറഞ്ഞു. മിന ആ കത്തി താ പിന്നെ വേഗം പോയിട്ടേ ആ മസാലയൊക്കെ എടുത്ത് വെക്കി. അപ്പൊ ഇതാ നമ്മളിവിടെ വന്ന് ഈ മലമുകളിൽ ഇതെല്ലാം റെഡിയാക്കി നമ്മൾ മീനെ വറക്കാൻ പോവാണല്ലേ. പിന്നല്ല, സ്പെഷ്യൽ മസാലക്കൂട്ടി എന്റെ. എന്നാലും ഞങ്ങൾ പോയ ഗ്യാപ്പിൽ 2 മീനെ കൂടെ പിടിച്ചല്ലോ. മോശമായി പോയി. ആര് പറഞ്ഞു പോയി? ഞാൻ പറഞ്ഞു. എന്നാൽ ഞങ്ങളുടെ ഗ്യാപ്പിൽ പോയി പിടിച്ചു. നമുക്ക് എല്ലാവർക്കും തിരണെങ്കിൽ ആ ഒരു മീൻ അങ്ങോട്ട് ഒത്തില്ല ഇങ്ങോട്ട് ഒത്തില്ല എത്തില്ല. അത് ശരിയാ. ആ നേരം ഞാൻ 2 കൂടെ പിടിച്ചു നമുക്ക് ഇത്തിരി കുഴപ്പമില്ലാത്ത കിട്ടിയില്ലേ? അതെ അതെ. ഈ ഷബാസ് പറയുമ്പോൾ ആൾ എപ്പോഴും ഇങ്ങനെ മാറി മാറി നിൽക്കുവാണല്ലേ എല്ലായിടത്തും. അങ്ങനെയല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആണോ? കാര്യമായിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്ത് പറ്റി? അല്ല, മോള് പറഞ്ഞായിരുന്നു ഇത് ടോം ആൻഡ് ജെറി ആണെന്ന്. ആ ടോം ആൻഡ് ജെറിയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. എല്ലാവരും നോക്കുമ്പോഴെന്താ കാണുന്നത്? ടോം വന്നിട്ട് ജെറിനിട്ട് ഊക്കണാണ് കാണുന്നത്. പക്ഷെ ടോമിന് ആ പണി കൊടുക്കണത് ആരാണ്? എന്താ ഉറക്കെ പറയത്ത്? അപ്പൊ ആര് ജെറി ഇതില്? മണ്ടേ കുത്ത് നിന്റെ തന്തിന് നോക്ക്. അവള് നെയ്സനാള് കൂട്ടം ഇവിടെ കലാപമാവും കേട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന കാണുമ്പോഴേ ഇടയ്ക്ക് ഒരു റീല് ഞാൻ കണ്ടിരുന്നു. ഇങ്ങനെ ഫുഡുകൾ ഉണ്ടാക്കി, ചോറുണ്ടാക്കുന്നു, മറ്റേ കുടിവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, ആ സർബത്ത് അതൊക്കെ കൊടുക്കുന്നത്. ശരിക്കും അതൊക്കെ എന്തായിരുന്നു? അതൊക്കെ പൈസക്ക് കൊടുക്കുന്നതാണ്. പക്ഷെ അങ്ങനൊന്നും വീഡിയോയിൽ കണ്ടില്ല. അതൊക്കെ എന്തായിരുന്നു സംഭവം ഒക്കെ? ഞാനെന്ന് പറയുന്ന വ്യക്തിയില്ലേ, ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് പല ദിവസങ്ങളും പട്ടിണി കിടന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും എൻ്റെ വാപ്പാക്ക് ഇന്നും വയ്യാത്തതാണ്, ഉമ്മാക്ക് ശ്വാസം മുട്ടലാണ്. അപ്പോൾ എൻ്റെ 14ാമത്തെ വയസ്സിലാണ് എൻ്റെ ഉപ്പ മരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉപ്പ മരിക്കുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ മരുന്നിന് ഒരു ദിവസം 400 രൂപ വേണം. റേഷൻ കാർഡ് റെഡാണെന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. അപ്പം ആ സമയത്ത് മരുന്നിനും ഭക്ഷണത്തിനും വകുപ്പില്ലാണ്ടായപ്പോൾ സ്കൂളിൽ പോക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട്, അതായത് ഇടയ്ക്ക് പോയിട്ട് അറ്റൻഡൻസ് കൊടുക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആലത്തൂർ ഗവൺമെൻറ് ആശുപത്രി, പോലീസ് സ്റ്റേഷൻ, കോടതി ഇതൊക്കെ അടുത്തടുത്തായിരുന്നു. ഇപ്പോഴാണ് പോലീസ് സ്റ്റേഷനും ഇതൊക്കെ മാറ്റിയത്. അവിടെ ഞാൻ ഫുള്ള് നടന്ന് ലോട്ടറി കച്ചവടം ചെയ്യും. എന്നിട്ട് കിട്ടുന്ന പൈസയ്ക്ക് മരുന്ന് മേടിച്ച് കൊടുക്കും. പിന്നെയെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 4 മണിക്കൊക്കെ നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ വിശപ്പ് മാറ്റിയിരുന്നത്, ഞാൻ ആലത്തൂർ ആശുപത്രിയിൽ പേവാടുണ്ട് പണ്ട്. അപ്പോൾ പേവാടിൻ്റെ ബാക്കിലൊരു ഇപ്പുറത്തൊരു കനാൽ കൊണ്ട് ഇങ്ങനെ മതിൽ കെട്ടിയിട്ടുണ്ട്. ഈ മതിൽ ഇപ്പുറത്തൊരു പപ്പായവരുണ്ട്. മതിലെ മണ്ടയ്ക്കറും പപ്പായ ഇട്ട് തിന്നും. അങ്ങനെ വിശപ്പുമായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് കോടിക്കണക്കിനുണ്ടെന്നോ ലക്ഷക്കണക്കിനുണ്ടോന്നോ ഒന്നുമല്ല. ഇപ്പോഴും സത്യം പറഞ്ഞപ്പോൾ 100 രൂപ പോലും ബാഗ് കൂടെ ഇല്ല. അത് വേറെ വിഷയം. അപ്പം അങ്ങനെ വളർന്നുകൊണ്ട് തന്നെ എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ദാനം കൊടുക്കുക, ഫുഡ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നുമില്ലാത്ത നല്ല പട്ട് എത്ര വേണമെങ്കിലും ഓർത്തത് കാണുന്നവർ എൻ്റെ മോളോടൊക്കെ ഞാൻ പറയണം, നമ്മൾ നല്ല പോലെ വിശന്നിരിക്കുന്ന ഒരു മനുഷ്യന് മുമ്പിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം നീട്ടിട്ടുണ്ടെങ്കിൽ അപ്പം അയാളുടെ മനസ്സിൽ ഒരു പ്രാർത്ഥന, ഒരു ആശ്വാസമുണ്ട്. അത് ഈ ലോകത്ത് നമ്മൾ എത്ര കോടി കൊടുത്താലും ഒരാൾക്കും കിട്ടില്ല. ആ ഒരിത് നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്തൊരിതാണ്. സോ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മോളെ കൊണ്ടും അതാ പറയണം, നമ്മളിപ്പോൾ ഇന്ന് എന്തുണ്ട്, നാളെ ഇപ്പം ഈ നിമിഷം നമ്മൾ മരിച്ചു. പക്ഷെ ആ ഒരു നേരത്തെ ഒരാളുടെ പ്രാർത്ഥന, നമ്മളോട് അയാളുടെ മനസ്സിലൊരു നന്ദി, സ്നേഹം, ഇഷ്ടം മനസ്സിലായി. പക്ഷെ അത് കാണുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു നമ്മളിപ്പോൾ പറയല്ലോ മനുഷ്യത്വമൊക്കെ മാറി ഇപ്പോൾ എല്ലാവരും പൈസയ്ക്ക് പുറകെയാണ്, അല്ലെങ്കിൽ ഒരു വേറൊരു ലോകത്തിന് പുറകെയാണെന്ന് പറയുമ്പം ചിലരെങ്കിലും ഇതൊക്കെ നോക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നുമല്ല, നമ്മളെക്കാൾ ഒരുപാട് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ അടുത്ത് ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ പൈസ ഉള്ളവർ അതിനേക്കാൾ ഇരട്ടിക്ക് ചെയ്യുന്ന അപ്പുറത്തുണ്ട്. പക്ഷെ അവര് ചെയ്യട്ടെ എന്നൊരു നമുക്കുള്ളതാണല്ലോ. ഇപ്പൊ നമുക്ക് 1 രൂപ ഉണ്ടെങ്കിൽ ആ 1 രൂപ കൊടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സില്ലേ? ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ ഒക്കെ ഗുണമില്ലേ ചിലപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷെ എൻ്റെ ഈശ്വരൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ
എനിക്ക് തന്നിട്ടുള്ള ഞാൻ ഏറ്റവും ആഗ്രഹിച്ചാൽ നാളെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇന്ന് വരെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ റോഡരികത്ത് ഈ ഈച്ചറും ടിപ്പറൊക്കെ പോണ റോഡരികത്ത് നമ്മൾ വന്നില്ല റോഡ്, അതിൻ്റെ അരികത്ത് ഒരു ഓലക്കൂടിൽ വെച്ചിട്ട് ഞങ്ങൾ താമസിച്ചത്. അങ്ങനെയൊക്കെ ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് ഞാനതൊന്നും എൻ്റെ മോൾക്ക് അനുഭവിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ അവളതൊന്നും അറിയുന്നില്ല. പക്ഷെ അവൾക്ക് ഫുഡിൻ്റെ ആയാലും വില അറിയാം. നാളെ വിലക്ക് ഞാനൊന്നും മരണപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ ഞാൻ തളർന്നു കിടന്നാൽ, ഞാൻ ഇന്ന് ചെയ്യുന്ന ഓരോ ദാനം, ഓരോ അരുമണിയും നാളെ എൻ്റെ മോൾക്ക് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഒരു കൈത്താങ്ങായിട്ട് അവളെ സംരക്ഷിക്കും. ഒന്നില്ലെങ്കിൽ ഈ കിട്ടുന്ന പ്രാർത്ഥന അവളെ സംരക്ഷിക്കും. എനിക്കത് മതി. നമ്മളിത് മോളെ പറ്റി പറയുമ്പോൾ തന്നെ എപ്പോഴും നമ്മൾ ഏറ്റവും അടി കൂടുന്നവർ അല്ലെങ്കിൽ ഏറ്റവും തമ്മിൽ ഭയങ്കര വഴക്കുണ്ടാക്കുന്നവർ തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണെന്നാണ്. അപ്പം ഇപ്പം മോളെ പറ്റി പറയുമ്പം ഫോർ യു എന്താണ് മോള്? എൻ്റെ ഉമ്മയുടെ സ്ഥാനത്ത് മീൻസ് നമ്മുടെ അമ്മമാർ നമ്മളോട് എങ്ങനെയാണ് ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ, അതുപോലെയാണ് പലപ്പോഴും എന്നെ കണ്ടിട്ടുള്ളത്. ഇത് ഒരിക്കലും എനിക്കിപ്പോഴും ഞാൻ സത്യവാദ സങ്കടം ഇത്. കാരണം ഒരു ദിവസം ഞങ്ങൾ ഇതുവരെ ഫിഷിങ് കഴിഞ്ഞ് വന്നു, കുറേ ദിവസം കഴിഞ്ഞിട്ടൊരു വീട് വന്നു. അപ്പോൾ അവൾ 2 വയസ്സുള്ളായിട്ടുള്ളൂ. അപ്പോൾ ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്തുകൊണ്ട് തന്നിട്ട് എനിക്ക് വാരുത്തം. ആ സമയത്ത് ഇവളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് എന്താ പൊന്നെ ചോദിച്ചപ്പോൾ സന്തോഷം കൊണ്ടാണ്. സോ നമ്മുടെ ലൈഫിൽ ചില സീനുകൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു മസാലയൊക്കെ തേച്ച് നമ്മളെ സങ്കടവും സന്തോഷമൊക്കെ മാറി വറുത്ത് തിന്നാണ്. ഇനി നേരെ ഇതിലോട്ട് പോവാല്ലേ? അപ്പോ നമ്മൾ ഇത്രയും നേരം ചെയ്ത മീൻപിടുത്തവും ബാക്കി കാര്യങ്ങളും ഈ കാട് നേച്ചറും എല്ലാം അതിന്റെ ഒരു ക്ലൈമാക്സ് പോയിന്റിലേക്ക് എത്തുവാണ്. മീൻ ഒരിക്കാൻ പോവാണ് അല്ലേ? മൊയലാണോ? എന്താണ് മൊയിലെന്ന് പിടി അറിയാണ്ട് കേൾക്കുന്നു. റോമിൻ ചേട്ടൻ വന്നപ്പോ തൊട്ട് മൊയില് പറയണ എന്താണ്? അങ്ങനൊന്നും ടെക്നിക്ക് എന്തെങ്കിലും അതെന്തുണ്ടോ എല്ലായിടത്തും പീലി വിരിച്ചാടും. ആ പീലി വിരിക്കും ചിലപ്പോ. അപ്പതാ എണ്ണ ഒഴിച്ച് നമ്മള് നമ്മുടെ പരിപാടി തുടങ്ങുന്നു. ഒന്ന് മാറി ഇരുന്നേക്കല്ലേ? ഇല്ലില്ല, തിന്നേണ്ട സാധനങ്ങൾ അറിയുന്ന പരിപാടി നമുക്കില്ല. അന്നത്തിന്റെ വില അറിയാം. എനിക്ക് ഇവര് 3 ആളെന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമാണ്. അവരടുത്ത് എന്ത് തോന്നിയാസം ഞാൻ കാണിക്കും. പക്ഷെ അത് പറഞ്ഞിട്ട് വെളിയൊരാളുടെ അടുത്ത് നമ്മൾ അങ്ങനെ നിൽക്കില്ല. എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. അതത്രയാണ്. എന്താ വിളിക്കുന്നത്? ഇക്കുന്നോ? ഇക്കു. ഇക്കു എന്താ അധികം മിണ്ടലൊന്നും ഇല്ലല്ലേ? ഇല്ല, ഞാൻ മിണ്ടൊക്കെ ചെയ്യും. നിങ്ങൾ കാര്യമായിട്ട് ഭയങ്കര സെന്റിമെന്റലൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടിരിക്കുന്ന ഞാൻ പിന്നെ നമ്മൾ ഇത്ര നേരം വന്നിട്ട് നമ്മളിൽ നിന്ന് മാറി മാറി നടക്കുമായിരുന്നു. എവിടൊക്കെയോ ഉണ്ടല്ലേ? പക്ഷെ എല്ലാ സഹായത്തിനും ഇവിടെ ഉണ്ട്. വീട്ടിൽ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഉള്ളതല്ല. ഞാൻ ഫ്രീ ടൈം കിട്ടി കഴിഞ്ഞാൽ ഇപ്പൊ ഈ തല്ലുകൂടുന്നു എന്നൊക്കെ പറയുന്നില്ലേ, നല്ല ഫൈറ്റ് ആയിരിക്കും ഞങ്ങൾ. ഇങ്ങോട്ട് 2 ചിലപ്പോൾ നല്ല അങ്ങോട്ട് കൊടുക്കും, അടിപിടിയൊക്കെ ഉണ്ടാവും. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഭയങ്കര ധൈര്യമാണ്. ഇപ്പൊ പുഴയിൽ കുത്തൊഴുക്കാണെങ്കിൽ ഇറങ്ങി വരാനും അവിടെ നിന്നും കണ്ട് ഓരോരുത്തർ ഇപ്പൊ നമ്മുടെ കൂടെ ഇതിനു മുമ്പ് വേറെ പെൺകുട്ടികളും വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടിട്ട് മീൻ പിടിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് ഈ വെള്ളത്തിന്റെ ചില നേരത്തെ ഭീകരാവസ്ഥ കാണുമ്പോൾ അവർ മാറിക്കളയും. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയില്ല. മീൻ എന്ത് മീനായിക്കോട്ടെ, ഇപ്പോൾ ഡേഞ്ചർ ആയിട്ടുള്ള കുറേ ഫിഷുകളൊക്കെ ഉണ്ടല്ലോ, അതിനായാലും കൈ കൊണ്ട് പിടിക്കാനും യാതൊരു പേടിയില്ല. അങ്ങനത്തെ ഒരു പെട്ടെന്ന് ഫിഷിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ഒരു ടൈമിങ്ങിന്റെ കേസാണല്ലോ, അതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പഠിച്ച് ഉഷാറായോ. അപ്പൊ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. എന്തോ മറച്ചു വെക്കാനാണോ? സൈഡ് പിടിച്ചെടുക്കാനാണ്, മറച്ചു വെക്കാനല്ല. ഒരു സൈഡ് റെഡി ആയി, ഇനി അടുത്തത് കൂടെ അല്ലേ? അതിപ്പോ അവിടെ സൈഡ് പിടിച്ച് വെറുതെ ഇരിക്കും. പിടിക്കുക തുണി കൊണ്ട് നോക്കട്ടെ. ചട്ടി അവിടെ തുണി കൊണ്ട് പിടിക്കേ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് നമ്മുടെ അമ്മമാരായാലും കെട്ടിയോളമാരായാലും ഇതുപോലത്തെ സാധനങ്ങൾ വറുത്തിങ്ങോട്ട് കൊണ്ട് തരുമ്പോൾ തിന്നാൻ നല്ല ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലേ? ആണല്ലോ. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് അവരും ചെയ്യുന്നത്. അപ്പൊ അവർ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അതെ, ഞങ്ങളൊക്കെ കുക്ക് ചെയ്യുന്ന ടീംസ് അല്ലേ? ആര് ഇപ്പൊ കണ്ടു ചട്ടി പിടിക്കാൻ പറഞ്ഞപ്പോ? ചട്ടി പിടിക്കുന്നതിലല്ലോ കുക്കിംഗ് ഇരിക്കുന്നത്. അപ്പൊ അതാ നമ്മളുടെ മീൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് എടുക്കുകയാണ്. എന്താ മോനെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിപ്പോ കഴിക്കാം, ഇപ്പൊ ഇരുട്ടാവും. തിന്ന് തീരുമ്പോഴേക്കും അടുത്തതാവും. അതെ അതെ, ഇപ്പൊ അതാ രാത്രിയിലുള്ളത് കാണിക്കാൻ പറ്റില്ല, ഫുള്ള് വെട്ടം പോവാണ്. എന്റെ മോനെ, ഇതാണ് രസം. ബ്യൂട്ടി ടിപ്സ് ആണല്ലേ എല്ലാം. ഇരുന്തടി കാടാണ്.
നമ്മളെ ഫിഷിംഗ് ആൻഡ് കുക്കിംഗ് എന്ന് പറയുമ്പോൾ സമയം എടുക്കുന്ന കേസാണ്. ഇപ്പൊ തന്നെ നമ്മൾ വന്നത് വൈകിട്ടാണ്, അതുകൊണ്ട് തന്നെ നല്ല ഇച്ചിരി ഇരുട്ടുപോയി. എനിക്ക് ഇത് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ ഇത്രയും കേറി വന്ന് കഴിച്ചോ ചൂടുണ്ട് കഴിച്ചു. അപ്പം ഇച്ചിരി ലേറ്റായി, എന്നാലും കുഴപ്പമില്ല. സ്വാദ് ഇമ്മിണി കൂടുതലായി അല്ലേ? ലാലേട്ടൻ പറയില്ലേ, മലമണ്ടയിൽ കയറും തോറും ചായന്റെ ടേസ്റ്റ് കൂടും. അതിനേക്കാൾ അപ്പുറമാണ് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് മീൻ പിടിച്ച് കുക്ക് ചെയ്ത് തിന്നണോ, അപ്പൊ നമ്മൾ താങ്ക് യു. സത്യം പറഞ്ഞാൽ താങ്ക് യു സോ മച്ച്. എന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ ഇങ്ങനെ ഒരു പ്രകൃതി, നമ്മളൊന്നും അങ്ങനെ അധികം ഇങ്ങനെ കാടും മലയൊന്നും കയറി പലരും വന്നിട്ടില്ല. പക്ഷെ ഇതിന്റെ ഒരു വൈബ് വേറെ സ്ഥാനം തന്നെയാണ്, അത് ഉറപ്പിച്ച് പറയാം അല്ലേ? അപ്പം പലപ്പോഴും നമ്മൾ ഒരിക്കലും ഇങ്ങനെ കാടും മലയൊന്നും കയറി ഒരു ഫിഷിങ് ചെയ്യുക, കുക്ക് ചെയ്യുക അതൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇതിൻ്റെ ഒരു വൈബ്, ഇതിൻ്റെ ഒരു രുചി, ഈ മൊമെൻ്റ് ആണ്. ചില സമയത്ത് മൊമെൻ്റ് ആണ് എല്ലാത്തിനും അല്ലേ? ഭയങ്കര താങ്ക് യു സോ മച്ച് ഷിഫാന ആൻഡ് ഷഫാസ്. ഈ പേര് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നില്ല കേട്ടോ. ബട്ട് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഒരു വൈബും നിങ്ങളുടെ ഒരു ഫാമിലിയും നിങ്ങൾ പോകുന്ന രീതിയും ഭയങ്കര സന്തോഷം കാണാനും. ഇനിയും നമ്മളുടെ ഫിഷിംഗ് ട്രാവലേഴ്സ് ആ ചാനലും അത് ഇനിയും വളരട്ടെ, ഒരുപാട് വളരട്ടെ, ഒരുപാട് ഉയർച്ചകളിലും എത്തട്ടെ, ഒരുപാട് പേരെ സഹായിക്കാനും പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് മീൻ കഴിക്കണം. മോനെ എല്ലായിടത്തും ഫാമിലിയാണല്ലോ. താങ്ക് യു. നമ്മളിവിടെ മീനെ തിന്ന് വൈബാവണ സമയത്ത് അവിടെ കുറച്ച് കുടുംബങ്ങൾ കൂടണയാനുള്ള തിരക്കിലാണ്. ആരാണത്? നമ്മുടെ ദേശീയ പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു ക്യാമറ പോണ പോക്ക് കണ്ടോ? അതാണ് കിട്ടേണ്ടത്. അതിനെ എടുക്കാനായിട്ട് ഇവിടെ പോകും. അച്ഛൻ അമ്മ കുട്ടി. ഇപ്പൊ നിങ്ങളെ ഏട്ടൻ ഓടിപ്പോയ ഓട്ടം കണ്ടില്ലേ? അപ്പൊ എന്റെ ഇന്ന് ഒരു ചേഞ്ച് വീഡിയോ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കൊച്ചു കുടുംബം നമ്മുടെ ഫിഷിംഗ് ട്രാവലേഴ്സിന് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും നമുക്ക് വേണം. അപ്പൊ ഒരുപാട് വിവരങ്ങളൊക്കെ എത്താൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും കഴിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും ദൂരത്തിന് ഇവര് വന്ന് നമ്മളൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. ഇനിയും നമ്മുടെ നാട്ടിൽ വരിക, ചൂണില്ല, മീൻ പിടിക്കുക. അതുപോലെ ഇനി ഒരു വീഡിയോ എങ്ങനെ ചെയ്യണം, മലകൾ കയറി ഞങ്ങൾ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇത് വെച്ച് ശരത്തൻ അറിഞ്ഞില്ല. ശരത്തന്റെ ഒരു കണ്ടന്റ് ചട്ടിന്ന് വായിക്കും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.